പുരാതന ഈജിപ്തിൽ ഫറവോമാരുടെ മൃതശരീരങ്ങൾക്കൊപ്പം രാജ്ഞിമാർ, മറ്റു രാജകുടുംബാംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഇവരുടെ എല്ലാം മൃതശരീരം മമ്മികളാക്കി പിരമിഡുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒരു ലോകാത്ഭുതം കാണണ്ടേ എന്ന പേരിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം. പുരാതന ഈജിപ്തിലെ പിരമിഡുകളെ കുറിച്ചും അതിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ഈജിപ്ഷ്യൻ മ്യൂസിയത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ വിശദമായി ഞാൻ പറയുന്നുണ്ട്. ഈജിപ്തിലെ മമ്മിഫിക്കേഷൻ പ്രോസസ് ഏതാണ്ട് 70 ദിവസം നീണ്ടു നിൽക്കുന്ന മതപരമായ ഒരു ചടങ്ങാണ്. ഹൃദയമൊഴികെയുള്ള ഇന്റേണൽ ഓർഗൻസ് എല്ലാം പുറത്തെടുക്കും. ഹൃദയം ബുദ്ധിയുടെയും ഇമോഷൻസിന്റെയും കേന്ദ്രമായതുകൊണ്ട് അത് മൃതശരീരത്തിൽ തന്നെ സൂക്ഷിക്കും. ബാക്കി ഇന്റേണൽ ഓർഗൻസ് എല്ലാം പുറത്തെടുത്ത് ഉണക്കി കാനോപ്പിക് ജാറുകൾക്കുള്ളിൽ സൂക്ഷിക്കും. തലച്ചോറ് മൂക്കിനുള്ളിലൂടെ വലിച്ചാണ് പുറത്തെടുക്കുന്നത്. ഈ കാനോപ്പിക് ജാറുകൾ സ്റ്റോൺ, വുഡ്, അലബാസ്റ്റർ, പോട്ടറി ഇവയിലേതെങ്കിലും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോ മമ്മിയോടൊപ്പവും 4 കാനോപ്പിക് ജാറുകൾ ഉണ്ടാകും. ലങ്സ്, ലിവർ, സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ ഇവയൊക്കെയാണ് ഈ കാനോപ്പിക് ജാറുകൾക്കുള്ളിൽ സൂക്ഷിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ദേവനായിരുന്ന ഹോറസ് ദേവന്റെ 4 മക്കളുടെ ആകൃതിയിലാണ് ഈ കാനോപ്പിക് ജാറുകളുടെ അടപ്പുകൾ നിർമ്മിച്ചിരുന്നത്. അതെല്ലാം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മതപരമായ ചടങ്ങാണ് മമ്മിഫിക്കേഷൻ പ്രോസസ്. ഈ മൃതശരീരം ആദ്യം 40 ദിവസം നാട്രൺ സോൾട്ടിനുള്ളിൽ സൂക്ഷിക്കും. ആ 40 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഏതാണ്ട് ഉണങ്ങി ചുക്കി ചുളിഞ്ഞിരിക്കും. അതിനുശേഷം ഇത് ലിനൻ തുണി കൊണ്ട് പൊതിയും. അതിലെ ജലാംശം മുഴുവൻ നീങ്ങുന്നതിന് വേണ്ടിയാണ് ലിനൻ തുണി കൊണ്ട് പൊതിയുന്നത്. പിന്നീട് ഈ മൃതശരീരം പൈൻ മരത്തിൽ നിന്നും എടുക്കുന്ന ഒരു പ്രത്യേക ഇനം പശയായ റെസിൻസും അതോടൊപ്പം കുന്തിരിക്കം, മീറ തുടങ്ങിയ എസൻഷ്യൽ ഓയിലും കൂടി ചേർത്ത് മൃതശരീരമാകെ പൊതിയും. പിന്നീട് ഈ മൃതശരീരം ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ലിനൻ തുണി കൊണ്ട് പൊതിയും. അത് ഉണങ്ങിക്കഴിയുമ്പോൾ സിമെന്റിനേക്കാൾ കട്ടിയിൽ സെറ്റായിട്ടിരിക്കും. ഇങ്ങനെ തയ്യാറാക്കുന്ന മമ്മി പ്രത്യേകം പേടകത്തിനുള്ളിൽ ഇറക്കി വെക്കും. അത് ഒരു പേടകത്തിലോ അല്ലെങ്കിൽ ആ പേടകം പല പേടകങ്ങൾക്കുള്ളിലോ ഇറക്കി വെക്കും. അത് ഗ്രേഡ് അനുസരിച്ച് സ്വർണം കൊണ്ടോ മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തടി കൊണ്ടോ ഒക്കെ നിർമ്മിച്ചാണ് ഈ മൃതശരീരം സൂക്ഷിക്കുന്ന പേടകങ്ങൾ നിർമ്മിക്കുന്നത്. ആ പേടകത്തിൽ ധാരാളം ചിത്രപ്പണികൾ ചെയ്തിരിക്കും. ആയിരക്കണക്കിന് വർഷം മുമ്പ് അതിൽ ചെയ്തിരിക്കുന്ന ചിത്രപ്പണികൾ ഇന്നും അല്പം പോലും നിറം മങ്ങാതെ അതിമനോഹരമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഈ പേടകങ്ങൾ ഉൾപ്പെടെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.